പ്രിയപ്പെട്ട ഇസ്രായേലിന്റെ സർവ്വനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരണമെങ്കിൽ ആ ഇസ്രായേലിന്റെ തകർച്ച ആവശ്യമാണ്. അവരുടെ അഹങ്കാരം താന്നേ പറ്റും. അവരുടെ നെഗളിച്ച കണ്ണുകൾ താന്നുകൊണ്ട് അവർ കുത്തിയവരിലേക്ക് നോക്കണമെങ്കിൽ സകല രാജ്യക്കാരും ഇസ്രായേലിനെ ചുട്ടെടുക്കുന്ന നാൾ അടുത്തു വരികയാണ്. എന്ന് വെച്ചാൽ അത് ഉടനെയല്ല. ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുകയും ചെയ്യും. കാരണം എന്താണ്? ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമുണ്ട്. നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ, അതായത് ഇറാഖിന്റെ ഏകദേശം പകുതി വരെയും ആ ഇസ്രായേൽ രാജ്യവുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യമാണ്. അതെല്ലാം കൂട്ടിച്ചേർത്തതിന് ശേഷമേ അവർക്ക് അവിടെ ആലയം പണിയാൻ ഒക്കത്തുള്ളൂ. ആലയം പണിഞ്ഞതിന് ശേഷമേ ആ ആലയം പണിക്ക് സഹായിച്ചവൻ അവനാണ് ആന്റിക്രൈസ്റ്റ്. അവൻ പറഞ്ഞു എന്റെ പ്രതിമ എവിടെ വെക്കണം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം എതിർക്കുകയും മഹാസംഹാരം ഉണ്ടാകുകയും ചെയ്യും. അവസാനം അവർ കുത്യവെങ്കിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാല് ഒലിമലയിൽ ചവിട്ടും. അന്ന് ഭൂമി സമാധാനം കൊണ്ട് നിറയും. പ്രിയപ്പെട്ടവരെ, യെരുശലേമിന് എന്ത് സമാധാനം വരുന്നുവോ അന്ന് നമുക്കും സമാധാനം വരും. യെരുശലേം എന്നൊക്കെ അസ്വസ്ഥമായിട്ട് കിടക്കുന്നുവോ അന്നെല്ലാം സർവ്വലോകവും അസ്വസ്ഥതയില് മരണഭീതിയിൽ നടന്നു പോകുന്നു.